KGF സീരീസിന് ശേഷം റിലീസിന് വരുന്ന യാഷിന്റെ ചിത്രമാണ് ടോക്സിക്. വലിയ ഹൈപ്പിൽ റിലീസാവുന്ന സിനിമയുടെ റിലീസ് മാർച്ച് 19-നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സിനിമയുടെ റിലീസ് മാറ്റിയിരിക്കുകയാണ്. ജൂൺ ആദ്യ വാരത്തിലേക്കാണ് സിനിമയുടെ റിലീസ് മാറ്റിയിരിക്കുന്നത്. റിലീസ് മാറ്റാനുള്ള കാരണം ഇറാനും ഇസ്രായേലും അമേരിക്കയുമായി നടക്കുന്ന യുദ്ധമാണ്. അത് GCC രാജ്യങ്ങളെ ബാധിച്ചിരിക്കുകയാണ്. ഗൾഫ് കൺട്രീസിലുള്ള US ക്യാമ്പുകളിലേക്ക് ഇറാന്റെ നിരന്തര ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല സംഭവങ്ങളും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമകളുടെ റിലീസ് മാത്രമല്ല ഈ ഒരു യുദ്ധം കുറച്ച് കാലത്തേക്ക് നീണ്ടു നിൽക്കുമെന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതി എപ്പോൾ വേണമെങ്കിലും മോശമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാം. അങ്ങനെ ഇരിക്കെ സിനിമകളുടെ റിലീസ് അത്ര നല്ലതായിരിക്കില്ല എന്ന തീരുമാനം. ഇന്ത്യൻ മാർക്കറ്റ് പോലെ തന്നെ ഇന്ത്യൻ സിനിമകൾക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റാണ് ഗൾഫ് കൺട്രീസിലുള്ളത്. വലിയ കളക്ഷൻ നേടുന്ന റീജിയനാണ് GCC കൺട്രീസ്. അതുകൊണ്ട് തന്നെ വലിയ ബഡ്ജറ്റിലും വലിയ ഹൈപ്പിലും വരുന്ന ടോക്സിക് പോലൊരു സിനിമയൊക്കെ ഈ ഒരു സമയത്ത് റിലീസ് ചെയ്യുന്നത് റിസ്ക് ആയിരിക്കും. ദുരന്തറാണ് മാർച്ച് 19-ന് റിലീസ് പ്രഖ്യാപിച്ച മറ്റൊരു പാൻ ഇന്ത്യൻ ചിത്രം. ദുരന്തർ പക്ഷേ GCC കൺട്രീസിൽ ബാൻ ലഭിച്ച ചിത്രമാണ്. അതിന്റെ രണ്ടാം ഭാഗം ആയതുകൊണ്ട് തന്നെ GCC കൺട്രീസിൽ റിലീസ് ഉണ്ടാവുകയുമില്ല. അതിനാൽ തന്നെ ദുരന്തറിന്റെ റിലീസ് മാറ്റാനുള്ള സാധ്യതയില്ല. മലയാളത്തിൽ നിന്നും വലിയൊരു ചിത്രം റിലീസിന് വരുന്നുണ്ട്. അത് ആട് 3 ആണ്. മലയാള സിനിമകളെ സംബന്ധിച്ച് കേരള മാർക്കറ്റ് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ രീതിയിൽ കളക്ഷൻ വരുന്നൊരു മാർക്കറ്റാണ് ഗൾഫ് കൺട്രീസ്. GCCയിലെ എല്ലാ രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള മലയാളീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം മലയാള സിനിമകൾ വലിയ രീതിയിൽ കളക്ഷൻ എടുക്കുന്നതുമാണ്. ഇപ്പൊ ടോക്സിക് റിലീസ് മാറ്റിയ സ്ഥിതിക്ക് ആട് 3യുടെയും റിലീസ് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ടോക്സിക്കിനെ സംബന്ധിച്ച് പുതിയതായി തീരുമാനിച്ച റിലീസ് ഡേറ്റ് ജൂൺ ആദ്യ വാരമാണ്. അതൊരു ഓഫ് സീസൺ ആണ് എങ്കിൽ പോലും ഈ പറഞ്ഞ യുദ്ധവും അതുപോലെ അനിഷ്ട സംഭവങ്ങളും ഒക്കെ തീർത്തും ഇല്ലാതാവുന്ന ഒരു സാഹചര്യമായിരിക്കും. അതുകൊണ്ടാണ് അത്രത്തോളം നീട്ടി റിലീസ് വെച്ചിട്ടുള്ളത്. യാഷിന്റെ കരിയറിലെ നിർണായകമായ ഒരു സിനിമയാണ്. KGF സീരീസിന് ശേഷം വരുന്ന യാഷിന്റെ ചിത്രം എന്നുള്ള രീതിയിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സിനിമയാണ്. ഒരുപാട് ഇടവേളയ്ക്ക് ശേഷമാണ് യാഷിന്റെ സിനിമ തിയേറ്ററിലേക്ക് വരുന്നത്. ഏതാണ്ട് 4 വർഷത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട് KGF 2-നും ഇപ്പോൾ റിലീസാവുന്ന ടോക്സിക്കും ഇടയിൽ. അതുകൊണ്ട് തന്നെ യാഷിന് വലിയ രീതിയിലുള്ള ഹിറ്റ് തന്നെ ടോക്സിക്കിലൂടെ നേടേണ്ടതുണ്ട്. എന്തായാലും റിലീസ് മാറ്റിയത് നല്ല കാര്യം തന്നെയാണ്. ആട് 3യുടെ റിലീസ് മാറ്റുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. യുദ്ധം ഈ ഒരാഴ്ച അവസാനിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആട് 3യുടെ റിലീസ് മാറ്റും. ആട് 3 മാത്രമായിരിക്കില്ല, ഏപ്രിൽ ആദ്യം തിയേറ്ററിലെത്താൻ പ്ലാൻ ചെയ്ത വാഴ 2, ദൃശ്യം 3 ഒക്കെ റിലീസ് മാറാനുള്ള സാധ്യതയുമുണ്ട്. GCC മാർക്കറ്റിനെ മറന്നുകൊണ്ട് ഒരു മലയാള സിനിമയ്ക്കും നിലവിൽ റിലീസ് സാധ്യമല്ല.